അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യർക്ക് യഥാർത്ഥ ജീവിതത്തിനാവശ്യമായ തത്വങ്ങൾ ഓരോന്നും ഖുർആനിൽ വിശദമായി അള്ളാഹു വിവരിച്ചിരിക്കുന്നു. അതോടുകൂടി തങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള സന്മാർഗ സന്ദേശം ലഭിച്ചിട്ടില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അള്ളാഹു അവൻ്റെ ന്യായം പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നിട്ടും മനുഷ്യരിലധികം ആളുകളും സത്യനിഷേധത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ അത് അവരുടെ ധാർഷ്ട്യവും ധിക്കാരവും മാത്രമാണ്. ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന 89-ാമത്തെ ആയത്തിൽ പറയുന്നത്. വലഖദ് സർറഫ്ന, നാം വിശദീകരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. സർറഫ എന്നാൽ തിരിച്ചു മറിച്ചു എന്നാണ്. വിവിധ രൂപത്തിൽ ആവർത്തിച്ച് വിശദമാക്കി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലിന്നാസി, ജനങ്ങൾക്ക്, ഫി ഹാദൽ ഖുർആനി, ഈ ഖുർആനിലൂടെ, മിൻ കുല്ലി മസലിൻ, എല്ലാ ഓരോ മസലും. മസല് എന്ന് പറഞ്ഞാൽ ഉദാഹരണം, ഉപമ എന്നാണ് ഒരർത്ഥം. ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തോട് ഉപമിച്ച് വിശദീകരിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതിനാണ് ഈ അർത്ഥത്തിൽ മസല് എന്നത് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മസലുഹു ക മസലിൽ കെൽബി, അവൻ്റെ ഉപമ ഒരു നായയെപ്പോലെയാണ് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മനുഷ്യൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ്റെ ചില സ്വഭാവങ്ങൾ നായയുടെ സ്വഭാവം പോലെയാണ് എന്ന് വിശേഷിപ്പിക്കുകയാണ്. അതുപോലെ വതിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്, അത്തരം ഉപമകൾ നാം ജനങ്ങൾക്ക് ഉദാഹരിച്ചു നൽകുന്നു എന്ന് ഖുർആനിൽ ചില സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. സങ്കീർണമായ ആശയങ്ങളെയും കാര്യങ്ങളെയും ആളുകൾക്ക് വ്യക്തമാവുന്ന രൂപത്തിൽ അള്ളാഹു വിശദീകരിച്ച് നൽകുന്നു എന്നാണ് ഇവിടെയൊക്കെ മസലിൻ്റെ അർത്ഥം. ആളുകൾക്ക് സത്യം വേണ്ടതുപോലെ ഗ്രഹിക്കാൻ പോകുന്ന രൂപത്തിൽ ഖുർആനിൽ അള്ളാഹു കാര്യങ്ങൾ വിവരിക്കുന്നു എന്നർത്ഥം. മനുഷ്യർക്ക് ഈ ലോകത്തെ എങ്ങനെ വിജയകരമായ ജീവിതം നയിക്കണം എന്നതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെയും അള്ളാഹു ഖുർആനിലൂടെ വിശദീകരിച്ച് നൽകുന്നു. പിന്നീട് സത്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും മനുഷ്യരിലധികം ആളുകളും എന്താണ് ചെയ്യുന്നത്? ഫ അബ അക്സറുന്നാസി, എന്നാൽ അധികം ആളുകളും വിസമ്മതിച്ചിരിക്കുന്നു, അംഗീകരിക്കാൻ തയ്യാറില്ല. ഇല്ല കുഫൂറ, നിഷേധിക്കുക എന്നതിനെയല്ലാതെ, നന്ദികേട് കാണിക്കുക എന്നതിനെയല്ലാതെ. അധികം ആളുകളും വിസമ്മതിച്ചിരിക്കുന്നു, നിഷേധിക്കുക എന്നതിനെയല്ലാതെ അധികം ആളുകളും വിസമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നന്ദികേട് കാണിക്കാനല്ലാതെ നന്ദി കാണിക്കാൻ അധിക മനുഷ്യരും സമ്മതിക്കുന്നില്ല എന്നർത്ഥം. ഖുർആനിലൂടെ അള്ളാഹു വിവരിച്ചു തന്നു എന്ന് ഈ ആയത്തിൽ പറയുന്ന ജീവിത തത്വങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാൻ അധികം ആളുകളും തയ്യാറാവുന്നില്ല. അവർ സത്യനിഷേധത്തിൻ്റെയും നന്ദികേടിൻ്റെയും മാർഗം മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.